നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 റിസൾട്ട് ഏറ്റവും കൂടുതൽ ഇനിയും കേരളത്തിൽ കാത്തിരിക്കുന്ന ഒരു പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് അത് തീർച്ചയായിട്ടും +1 റിസൾട്ടാണ്. ഇപ്പം തന്നെ ഏറെ വൈകി. സാധാരണ മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ ആദ്യം, അതിനപ്പുറത്തേക്ക് സാധാരണ റിസൾട്ട് വൈകാറില്ല. ഈ വട്ടം ജൂൺ 15 ഒഫീഷ്യൽ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള റൂമേഴ്സ് പല കുട്ടികളും പറഞ്ഞു ജൂലൈ ലാസ്റ്റ് ആകും, ഓണം കഴിഞ്ഞിട്ട് റിസൾട്ട് വരത്തുള്ളൂ. നമുക്ക് നമ്മുടെ ചാനലിലൂടെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് മാത്രമേ നൽകത്തുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തായാലും റിസൾട്ടിനെ കുറിച്ചുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇത് തന്നെയാണ്, കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ ഇത് തന്നെയാണ്. കാരണം നേരത്തെ മെയ് അവസാനം പറഞ്ഞു, ജൂൺ ആദ്യം പറഞ്ഞെങ്കിലും ജൂലൈ 15 റിസൾട്ട് വരുന്നതാണ്. ഇതിൽ ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. റൂമേഴ്സ് തന്നെയാണ്. ഒരുപാട് വാർത്തകൾ, ഇതിന് വ്യാജ വാർത്തകൾ ഒരുപാട് വരും. പക്ഷെ ഇന്നത്തെ ദിവസം വരെ ജൂലൈ 15, അതായത് അടുത്ത ബുധനാഴ്ചയാണ് റിസൾട്ട് വരുന്നത്. അതിൻ്റെ സമയവും കാര്യങ്ങളും കൃത്യമായിട്ട് ഏതൊക്കെ സൈറ്റിലാണ് നോക്കേണ്ടതെന്നെല്ലാം നമ്മുടെ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് വരും. ടെൻഷൻ വേണ്ട, കാരണം നമ്മൾ എഴുതിയതാണ്. നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒരു ചാൻസ് ഉണ്ട്. അത് 2-3 വർഷത്തിന് ശേഷമാണ്. നേരത്തെ ഇമ്പ്രൂവ്മെൻറ്റ് കൃത്യമായിട്ടുണ്ടായിരുന്നു. ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ മാർച്ചിലായിരുന്നു ആദ്യമായിട്ട്. 3 വർഷത്തിന് ശേഷം വീണ്ടും ഒക്ടോബറിലോട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഓഗസ്റ്റ് സെപ്റ്റംബർ 2 മാസം പോലും തികച്ചു ഘട്ടത്തില്ല ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കാൻ. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് പഠിച്ച് ഒരു 3 വിഷയമാണ് മാക്സിമം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്നത്. നിങ്ങളുടെ ഏറ്റവും നല്ല ഭാഗ്യമാണ് ഈ 3 വിഷയം നല്ല ഗംഭീരമായിട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ +1 +2 കൂട്ടുന്നതാണ് +2ൻ്റെ മാർക്ക് വരുന്നത്. അത് ഗംഭീരമായിട്ട് നമുക്ക് മാർക്ക് മേടിക്കാം. അന്നേരം ചേഞ്ചസ് ഒന്നുമില്ല. ജൂലൈ 15 ഇതുവരെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചുള്ള ഒഫീഷ്യൽ ഡേറ്റ് +1 റിസൾട്ടിൻ്റെ. അന്നേരം നമുക്ക് നോക്കാം. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്നുള്ള പ്രതീക്ഷയോട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.